വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് രാത്രിയിൽ എല്ലാവരും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ഒരു 18-കാരൻ തനിക്ക് നേരിട്ട അപമാനങ്ങളെയും പരിഹാസങ്ങളെയും ഓർത്ത് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കരയുകയായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലും സിനിമയിലും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു ജനനായകനാണ്. ആരാണ് അദ്ദേഹം? 100 Days 100 Spark Stories Day 31. 1974 ജൂൺ 22 ചെന്നൈയിലെ ഒരു താര കുടുംബത്തിലാണ് ജോസഫ് വിജയ് എന്ന വിജയ് ജനിക്കുന്നത്. അച്ഛൻ ഒരു സംവിധായകനായിരുന്നു, അമ്മ ഒരു പാട്ടുകാരിയുമായിരുന്നു. ചെറുപ്പത്തിൽ നല്ല ചുറുചുറുക്കും എപ്പോഴും ആക്റ്റീവുമായിരുന്ന വിജയ് തൻ്റെ എല്ലാമായിരുന്ന അനുജത്തിയുടെ വെറും 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അനുജത്തിയുടെ മരണത്തോടെ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് അതുവരെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന വിജയ് പിന്നീട് സൈലൻ്റ് ആവുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊക്കെ കാണുന്ന വിജയുടെ അച്ഛൻ വിജയെ 10 വയസ്സുള്ളപ്പോൾ ആദ്യമായി സിനിമയിൽ വെട്രി എന്ന സിനിമയിൽ അഭിനയിപ്പിക്കുകയാണ്. പിന്നീട് 18-ാം വയസ്സിൽ വിജയ് ആദ്യമായി ഒരു നടനായി നാളെ തീർപ്പ് എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ്. പക്ഷേ ആ സിനിമ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയിരുന്നത്. അതോടെ ചില മാധ്യമങ്ങൾ എഴുതുകയാണ്, ഇവൻ്റെ മുഖം കാണാൻ വേണ്ടി പൈസ കൊടുത്ത് തിയേറ്ററിൽ പോകണമോ എന്നുള്ള കളിയാക്കലുകൾ ഏറ്റുവാങ്ങുകയാണ് വിജയ്. പരിഹാസങ്ങളും കളിയാക്കലുകളും ഏറ്റുവാങ്ങിയ വിജയ് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കരയുകയാണ്. പിന്നീട് സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയ വിജയ് ഡാൻസിലും ആക്ടിങ്ങിലും പാട്ടിലുമെല്ലാം തൻ്റെ കഴിവ് തെളിയിച്ച് ഒരു കംപ്ലീറ്റ് ആക്ടറായി മാറുന്ന കാഴ്ചയാണ് ജനങ്ങൾ കാണാൻ തുടങ്ങിയത്. അതോടെ വിജയെ ജനങ്ങൾ ഒരു പേരിട്ട് വിളിക്കുകയാണ്, ഇളയ തളപതി വിജയ് എന്ന്. എന്നാൽ ഇന്ന് അദ്ദേഹം സിനിമയോട് ടാറ്റ പറഞ്ഞ് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം സിനിമയിൽ ആക്റ്റീവായിരിക്കണമോ അതോ രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിരിക്കണമോ? താഴെ കമൻറ്റ് ചെയ്യുക. വിജയുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം, പുതിയൊരു വിഷയമായിട്ട്. ടേക്ക് കെയർ, ബൈ.